നമസ്കാരം. ചാനൽ പ്ലസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത ശങ്കർ. വാർത്തകൾ വിശദമായി. ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം ഒളിവിൽ പോയ പ്രതി 3 വർഷത്തിനു ശേഷം അറസ്റ്റിലായി. 2008 ഭാര്യയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ ദുടുകട്ടിയൂരിലെ മരുതൻ എന്ന കാളിയെയാണ് 3 വർഷത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാടവയലിൽ വാഴകൃഷി ചെയ്തിരുന്ന മരുതൻ 2008 ഡിസംബർ മാസം രംഗിയുടെ മരണവിവരം അറിഞ്ഞതോടെ ഒളിവിൽ പോയതാണ് മരുതൻ. കോയമ്പത്തൂർ, ഊട്ടി, മഞ്ചൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായി കഴിഞ്ഞ 3 വർഷം മരുതൻ ഒളിവിൽ കഴിഞ്ഞു. പ്രതി കഴിഞ്ഞ ദിവസം പുതൂരിലെത്തിയെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് പുതൂരിനടുത്ത് പനമരത്ത് വയലിൽ നിന്ന് മരുതൻ പിടിയിലായത്. പുതൂർ പനമരത്ത് വയലിൽ ഭാര്യയെ സംശയത്തിന്റെ പേരിൽ ചുറ്റുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ മരുതനെ ഇന്നലെ വൈകിട്ട് ചാവടി അറസ്റ്റ് ചെയ്തു. സംശയത്തിന്റെ പേരിലാണ് ഭാര്യയുടെ പേര് രംഗി എന്നാണ്. സംശയത്തിന്റെ പേരിലാണ് ചുറ്റികൊണ്ട് അടിച്ചത്. ചികിത്സയ്ക്കായിട്ട് തൃശ്ശൂർ മെഡിക്കൽ ഹോസ്പിറ്റലായിരുന്നു. 2 ദിവസം ചികിത്സ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത്രയും കാലം കോയമ്പത്തൂര്, ഊട്ടി, അതുപോലെ തന്നെ കൂനൂര്, പുല്ലൂര്, മഞ്ചൂർ എന്നീ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ നിസ്സാരമായ പ്രശ്നമാണ്, പാടത്ത് ആരോ വന്നു സംസാരിച്ചു എന്ന ഒറ്റ പ്രശ്നത്തിലാണ് ഈ ഭാര്യയെ അടിക്കാനുള്ള കാരണം. തൊട്ടിടയ്ക്കുന്ന ഒരു ചുറ്റിയെ നഷ്ടം കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. തലയിൽ ഒരു 18ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. ഈയിടയ്ക്ക് കഴിഞ്ഞ ഇലക്ഷനൊന്നും വോട്ടിട്ടിരുന്നില്ല. നമ്മൾ മോണിറ്റർ ചെയ്തിരുന്നു. അപ്പൊ മകൻ എങ്ങനെയോ ഇദ്ദേഹത്തെ എവിടെയുണ്ടെന്ന് അറിയുകയും ഈ സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുന്നതെന്ന് അറിയുകയും മകനോട് തിരക്കി പോവുകയും ജാമ്യം എടുക്കാനായിട്ട് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് പൈസയ്ക്ക് വേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ പ്ലസ് ന്യൂസ് റീഡറായിരുന്ന രംഗമ്മയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി ചാനൽ പ്ലസിലെത്തി പുഷ്പാർച്ചന നടത്തി. രാവിലെ 11:30 മന്ത്രി PK ജയലക്ഷ്മി ചാനൽ പ്ലസിലെത്തിയത്. രംഗമ്മയുടെ ഛായാചിത്രത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. MLA N ഷംസുദ്ദീൻ, DCC സെക്രട്ടറി PC ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സത്യൻ, ചാനൽ പ്ലസ് MD P ഷറഫുദ്ദീൻ, പ്രോഗ്രാം ഡയറക്ടർ K ബൈജു, ചാനൽ പ്ലസ് ഡയറക്ടർമാരായ മുഹമ്മദ് ജാക്കിർ, ഫാദർ ജെയിംസ്, അനു എന്നിവരൊപ്പമുണ്ടായിരുന്നു. പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി PK ജയലക്ഷ്മി അട്ടപ്പാടി സന്ദർശനത്തിനിടെ അഗളി പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ മിന്നൽ സന്ദർശനം നടത്തി. അനധികൃതമായി അവധിയെടുത്ത 2 ജീവനക്കാരെ മന്ത്രി സസ്പെൻഡ് ചെയ്തു. വ്യാഴാഴ്ചയാണ് മന്ത്രി PK ജയലക്ഷ്മി അട്ടപ്പാടി സന്ദർശനത്തിനെത്തിയത്. രാവിലെ 10 മണിക്ക് മുക്കാലിയിലെത്തിയ മന്ത്രിക്ക് MLA ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ സ്വീകരണം നൽകി. മുക്കാലി MRSന് മുന്നിൽ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. പിന്നീട് കേരളത്തിന്റെ ആദ്യത്തെ ആദിവാസി മന്ത്രി മലയുടെ മക്കളുടെ കുലദൈവം മല്ലീശ്വരന്റെ സന്നിധിയിൽ ദർശനം നടത്തി. അഗളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ വികസന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സമ്പാർകോട് ഊരിലേക്ക്. അതിനുശേഷം അഹാഡ്സിൽ ജനകീയ സമിതി ഭാരവാഹികളുമായി ചർച്ച. ഞാൻ അധികാരത്തിൽ വന്ന് ആദ്യത്തെ മീറ്റിംഗിൽ അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം, ഒരു ആദിവാസി പോലും ഓഫീസുകളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാന്യമായ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം
തുടർന്ന് പുതൂരിലെ സ്വർണ്ണഗത ഊരിൽ സന്ദർശനം. നിങ്ങളൊക്കെ നേരിട്ട് കാണാനും നിങ്ങളോടൊരു നിമിഷം പങ്കെടുക്കാനും ഒരു നിമിഷം ചെലവഴിക്കാനും എനിക്ക് സാധിച്ചു. ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഊര് സന്ദർശനം കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഗേൾസ് ഹോസ്റ്റൽ സന്ദർശിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത്. അഗളി ഹോസ്റ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിച്ച് മടങ്ങുമ്പോൾ ഒരു ജീവനക്കാരിയെക്കുറിച്ച് കുട്ടികളുടെ പരാതി ഉയർന്നു. ആവശ്യമില്ലാതെ ചീത്ത പറയാ അങ്ങനത്തെ കുറെ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സങ്കടം. ചേച്ചിയുടെ അങ്ങനത്തെ പെരുമാറ്റം എല്ലാവരും പറയാ ചേച്ചിയുടെ മാറ്റായിരുന്നു. ഉടൻ ജീവനക്കാരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കണമെന്ന് മന്ത്രി. രജിസ്റ്ററിൽ 2 ജീവനക്കാർ ഒരാഴ്ചയായി ഹാജർ രേഖപ്പെടുത്തിയിട്ടില്ല. വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ലീവ് വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് വാർഡൻ അറിയിച്ചു. മറ്റൊന്നും നോക്കാതെ മന്ത്രിയുടെ നടപടി വന്നു. 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. വീട്ടിൽ പോയി ആബ്സെന്റാണ്. ആബ്സെന്റ് മാർക്ക് ചെയ്യലോ. ഈ 2 ദിവസം നമ്മുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വരാത്ത ആളുകൾക്ക് ആബ്സെന്റ് ചെയ്യല്ലോ, ആബ്സെന്റ് വർക്ക് ചെയ്യുകയല്ലോ. വരാത്ത ആളുകൾ സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിങ്ങനെ കോള് ഇടുന്നല്ലോ. ഈ രജിസ്റ്റർ കണ്ടാൽ മനസ്സിലാവും നിങ്ങള് ജോലിക്ക് വരാണ്ട് സൈൻ ചെയ്യുന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏയ് നിങ്ങൾ ന്യായീകരണം പറയണ്ട. നിങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ലീവും ആബ്സെന്റും രേഖപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട വാർഡൻ സ്വന്തം കർത്തവ്യം മറന്നപ്പോൾ ജോലി നഷ്ടമായത് 2 ജീവനക്കാർക്ക്. യഥാർത്ഥ കുറ്റക്കാരിയായ വാർഡൻ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാൻ ബസ് ജീവനക്കാർ മടി കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചിറ്റൂരിൽ നാട്ടുകാർ ബസ് തടഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. അഗളി പഞ്ചായത്തിലെ ചിറ്റൂര്, കൊറോൻപാടി, കട്ടേക്കാട്, പുലിയറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു ബസ് സർവീസാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ബസ് സർവീസ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചിറ്റൂര് പാസഞ്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ശ്രമഫലമായിട്ടുണ്ടായ പെർമിറ്റാണ്. ആ പെർമിറ്റിൽ അനുസരിച്ച് വണ്ടി ഇപ്പോൾ ഓടുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനും മറ്റ് കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർ ജനങ്ങൾക്ക് അവർക്ക് അകലെ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നിവിടെ കുട്ടികളെ കയറ്റാതെ പോയതുകൊണ്ട് ബസ് ഇവിടെ ജനങ്ങൾ തടുത്തു. അപ്പം അഗളി പോലീസ് സ്റ്റേഷൻ എസ്ഐയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇടുന്ന 2 പെർമിറ്റിൽ ഇപ്പോൾ വണ്ടി ഓടുന്നില്ല. ഇവിടുന്ന് ചിറ്റൂരിന്ന് രാവിലെ 8:45 അതുപോലെ തന്നെ ഗോളിക്കടവിൽ നിന്ന് വൈകുന്നേരം 4:20 എടുക്കുന്ന സ്കൂൾ ടൈമിൽ 2 പെർമിറ്റുകൾ വണ്ടി ഓടുന്നില്ല. അപ്പോൾ ഈ പെർമിറ്റുകൾ വണ്ടി ഓടണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇനിയും ഓടാത്ത 1-2 പെർമിറ്റുകൾ ബസ്സുകളുണ്ട്. അപ്പോൾ അവർ ഗോളിക്കട് വരെ വന്നിട്ട് തിരിച്ചു പോകണം. ഇപ്പോൾ വനഭദ്രകാളി എന്ന പേരിൽ ഓടുന്ന ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അവരിപ്പോൾ TP ഓടുന്നതെന്ന് പറയുന്നു. പക്ഷെ ആ പെർമിറ്റ് രാവിലെ 9:30 ഗോളിക്കടവിൽ നിന്ന് ചിറ്റൂർക്കുള്ള പെർമിറ്റാണ്. അതിൽ തന്നെ വൈകുന്നേരം 3:30 അവിടെ നിന്ന് പെർമിറ്റുണ്ട്. അപ്പോൾ ഈ 2 ബസ് സർവീസുകളും കൂടെ ഓടിക്കാനുള്ളൊരു ശ്രമം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് ഞങ്ങൾക്ക് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ യാത്രാക്ലേശം വളരെ രൂക്ഷതയിലാണെന്ന് വെച്ചാൽ ചോളേർ പഞ്ചായത്തിന്റെ അഗളി പഞ്ചായത്തിന്റെ ഇരുകളകളിലും താമസിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും ആദിവാസികളായ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ നിലവിലിപ്പോൾ 2-3 സർവീസ് ഓടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാത്രാക്ലേശം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. കൂടാതെ ടാക്സി ജീപ്പുകൾ ഓടുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും മതിയായ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ഇവിടെ ഞങ്ങളുടെ ഈ റോഡിന്റെ സ്ഥിതി വളരെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വണ്ടികൾ ഓടുക എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലാണ്. അപ്പം ആ നഷ്ടം പരിഹരിക്കാൻ ഇപ്പം വിദ്യാർത്ഥികൾക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ചാർജ് വ്യത്യാസം ചെയ്യണമെങ്കിൽ അതിലിപ്പോൾ രക്ഷിതാക്കൾ തയ്യാറാണെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഇവിടെ കൂടിയ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതിപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സ്കൂളിൽ PTA ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിൽ തന്നെ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഈ റോഡിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉടനെ ഒരു തീരുമാനം ഉണ്ടാകും. റോഡ് ചിറ്റൂര് മുതൽ പുതിയ ചിറ്റൂർ ചുണ്ടകുളം മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നു. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശമാണ് കാട്ടാനകൾ വരുത്തിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ആനയെ ഈ ചുണ്ടകുളം, കോട്ടമല, ചിറ്റൂര്, മിനറ ഈ ഭാഗങ്ങളിൽ ആന ഇറങ്ങി ജനങ്ങൾക്ക് രാത്രികാലത്ത് പുറത്തിറങ്ങാനൊന്നും ഒരു ആശുപത്രി പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ്. അതുപോലെ കൃഷികൾ പല ഭാഗത്തും കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്.
ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇതിന് വേണ്ട ഒരു നടപടിയോ ഇത് ഉണ്ടായിട്ടില്ല. അതുമാതിരി മൂച്ചിക്കടവ് ഈ ഒരു ഫെൻസിംഗ് ഉണ്ട്, ആ ഫെൻസിംഗ് ഒന്ന് ക്ലിയർ ആക്കുകയാണെങ്കിൽ ഒരു ഈ ആനയുടെ വരവ് കുറയും. അതിന് വേണ്ട നടപടി ഗവൺമെന്റ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നല്ല ഇതായിരുന്നു. ഷോളേർ പഞ്ചായത്തിലെ 11-ാം വാർഡ്, അഗളി പഞ്ചായത്തിലെ 13-ാം വാർഡ്, അങ്ങനെ ഈ ശിരുവാണിപ്പുഴയുടെ ഇരുകരകളിലായിട്ട് കിടക്കുന്ന ചിറ്റൂര്, ചുണ്ടകുളം, കോട്ടമല, മൂച്ചിക്കടവ്, മിനർവ, വെങ്കക്കടവ്, പുലിയറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏകദേശം 2-3 മാസത്തോളമായിട്ട് ഭയങ്കരമായിട്ടുള്ള ആനശല്യമാണ്. ഇവിടെ കോട്ടമല, മൂച്ചിക്കടവ് ഭാഗത്തുള്ള ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങി ഇവിടെ കൃഷിയിടങ്ങളിൽ കയറി തെങ്ങ്, കവുങ്ങ്, അതേപോലെ തന്നെ വാഴ, മറ്റ് ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പറമ്പിൽ കയറിയാൽ ഒരു 2-3 തെങ്ങോ അല്ലെങ്കിൽ കവുങ്ങോ അല്ലെങ്കിൽ വാഴകളാണെങ്കിൽ അങ്ങനെ അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആന ഇങ്ങനെ ഓരോ പ്രദേശത്ത് ഇങ്ങനെ മാറി മാറി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടിൽ കയറി ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ആന ഇവിടെ വരികയാണെങ്കിൽ നമ്മളതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് കേസെടുക്കും. അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേസെടുക്കും. ഇവിടെ കുരങ്ങുകളുടെ ശല്യം, ആനയുടെ ശല്യം, മറ്റു മൃഗങ്ങളുടെ ശല്യം എല്ലാമായിട്ട് ഇവിടെ കാർഷിക വൃത്തി ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾ കൃഷിക്കാർ വളരെ കാട്ടാനശല്യം വളരെ രൂക്ഷമാണ് ഈ പ്രദേശങ്ങളിൽ. കുണ്ടോളം, കോട്ടമല, കെട്ടിക്കല്ല്, മിനർവ ഭാഗങ്ങളിൽ വളരെയധികം ശല്യമാണ്. ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് സാധാരണ ജനങ്ങൾക്ക്. അതിൽ കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ കറണ്ട് മിക്ക ദിവസങ്ങളിലും കറണ്ടില്ല. നേരം വെളുത്താണ് കറണ്ട് വരുന്നത്. എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു ലൈറ്റ് വെളിച്ച് പോലും കാണിക്കാനുള്ള ഒരു വഴിയില്ലാത്തൊരവസ്ഥയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.